ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കാർത്തിക വിളക്കാണ് കേട്ടോ. ഞാനും അമ്മയും കുട്ടിയും ഒരു 5 മണി ആയപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ തറവാട്ടിക്ക് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയ ടൈമിൽ അവരെല്ലാവരും വിളക്കൊക്കെ ചിരാതൊക്കെ ഒതുക്കി നേരെ വെക്കുകയായിരുന്നു കേട്ടോ. നേരെ എണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചിരാതൊക്കെ ഒതുക്കി വെക്കുകയായിരുന്നു. അങ്ങനെ ഇരുട്ട് മെല്ലെ ആയി തുടങ്ങി. ഒരു 6 മണി കഴിഞ്ഞു കേട്ടോ. 6 മണി കഴിഞ്ഞ് ഫസ്റ്റ് ദൈവത്തറയിൽ വിളക്ക് വെച്ചതിന് ശേഷമാണ് ചിരാത് കത്തിക്കുക. നിലുവിന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അവൾ അവരുടെ കൂടെ അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും കത്തിക്കാൻ തുടങ്ങി. നല്ല രസമായിരുന്നു. എല്ലാവരും സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വിളക്ക് വയ്ക്കാൻ തുടങ്ങി. ഇപ്രാവശ്യം കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കുറേ പേരുണ്ടാവാറുണ്ട്. പിന്നെ ഞാനും കത്തിച്ചു. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഫോൺ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനും കത്തിച്ചു. എല്ലാവരും തിരക്കിലാണ്. അപ്പം നീലു എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ എടുത്തിട്ട് കുറച്ച് നേരം കത്തിച്ചു. നല്ല രസമായിരുന്നു. പിന്നെ മുഴുവനായിട്ട് എല്ലാവരും കത്തിക്കൽ കഴിഞ്ഞ് വീണ്ടും എല്ലാവരും മുഴുവനായിട്ടൊന്ന് വീഡിയോ എടുത്തു. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണ് കേട്ടോ. പുതിയ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെയാണ് കാർത്തിക വിളക്ക്. ഇതിന് മുമ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ചിരാതൊക്കെ കത്തിക്കൽ കഴിഞ്ഞ് എല്ലാവരും തൊഴുകാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് തൊഴുകലൊക്കെ കഴിഞ്ഞ് വലം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ നിലുബേബി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്താണോ പറയണത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ആൾ നന്നായി തൊഴുകുന്നുണ്ട്. ആൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും തൊഴുകണം കണ്ടാൽ നിന്ന് തൊഴുകും. പിന്നെ കളിയായി. പിന്നെ ഞങ്ങൾ തൊഴുകുമ്പോൾ ഞങ്ങളുടെ കൂടെ നിന്നിട്ടും തൊഴുകുമായിരുന്നു. അവൾക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ തറവാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, ചെറിയ രീതിക്ക് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടിലൊക്കെ എല്ലാവരും വിളക്കൊക്കെ വെച്ചോ? ഞങ്ങൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് അവിടെയും വിളക്കൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അപ്പോൾ എല്ലാവരുടെയും തൊഴുകലും പ്രാർത്ഥിക്കലും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കുറിയൊക്കെ തൊട്ട് പിന്നെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.